ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോൻപ് കാലത്തെ 4-ാമത്തെ ഞായറാഴ്ച ദൈവവചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പാപം ചെയ്തിട്ട് അനുദപിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു വാഗ്മയ ചിത്രമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ദൈവം ഇത് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. പിതാവ് നൽകിയ എല്ലാവിധ സ്വത്തും തൻ്റെ സുഖസൗകര്യത്തിന് വേണ്ടിയിട്ട് നശിപ്പിച്ച് കളഞ്ഞ് മടങ്ങി വരുമ്പോൾ ദൈവം അവനെ വളരെയേറെ കാരുണ്യത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം തന്നെ അറിയപ്പെടുക കരുണയുടെ സുവിശേഷം എന്നാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്, തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. ഈ കരുണയുടെ ഒരു തുടർച്ചയാണ് ഈ സുവിശേഷം മുഴുവൻ. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകളിലൂടെ ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. ധൂർത്തപുത്രൻ പിതാവായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരുന്നു. തൻ്റെ സമ്പത്ത് മുഴുവൻ ചോദിക്കുമ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ തൻ്റെ പുത്രന് നൽകുവാൻ തക്കവിധം സ്നേഹസമ്പന്നനായൊരു പിതാവ്. ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിന്ന് ഓടിയകലുന്ന പുത്രൻ പിന്നീട് തിരിച്ചറിയുന്നുണ്ട് തൻ്റെ പിതാവാണ് ഏറ്റവും വലിയ സ്നേഹനിധിയായ പിതാവെന്ന്. അതിനാലാണ് പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ വരുമ്പോൾ അവൻ തിരിച്ചു വരിക. അവൻ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, അവനോട് ഞാൻ പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു പോയി. ഇങ്ങനെ മടങ്ങി വരുന്ന പുത്രനെ നോക്കിയിരിക്കുന്ന കരുണാസമ്പന്നനായ പിതാവ്. എഫേസ്യോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ്. കരുണയിൽ സമ്പന്നനായ ദൈവം. ഈ കരുണയിൽ സമ്പന്നനായ ദൈവത്തെയാണ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ദിവിസ് ഇൻ മിസറിക്കോർദിയ എന്ന ചാക്രിക ലേഖനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ സന്ദേശങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരികയും ചെയ്യുന്നത്. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ പിതാവായ ദൈവം ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ചുകൊണ്ട് അവന് ചുംബനം നൽകുന്നു. പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചുംബനം എന്ന് പറയുന്നത് ഒരുവനോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകത്തിൽ 13-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമായി അബ്സലോമും ദാവീദ് രാജാവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ദാവീദിൻ്റെ തൻ്റെ പുത്രനായ അബ്നോനെ വധിച്ചതിന് ശേഷം മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിക്കുന്ന അബ്സലോം യോവാബിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് തിരിച്ചു വരികയാണ്. രാജാവ് സമ്മതിക്കുന്നുണ്ട് ജെറുസലേമിലേക്ക് മടങ്ങി വരുവാൻ. അങ്ങനെ മടങ്ങി വരുന്ന അബ്സലോമിനെ കാണുവാൻ പോലും ദാവീദ് കൂട്ടാക്കുന്നില്ല. അവൻ യോവാബിനോട് പറയും, അവൻ സ്വന്തം ഭവനത്തിൽ വസിച്ചു കൊള്ളട്ടെ. അങ്ങനെ 2 വർഷം കൂടി അബ്സലോം സ്വന്തം ഭവനത്തിൽ വസിക്കുകയാണ്, ദാവീദിനെ കാണുവാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ. എങ്കിലും അവസരം ലഭിക്കുന്നില്ല. വീണ്ടും യോവാബ് ഇടപെടുന്നത് മൂലം ദാവീദിൻ്റെ മുമ്പിൽ അബ്സലോം എത്തിച്ചേരുന്നു. ഇങ്ങനെ എത്തിച്ചേരുന്ന അബ്സലോം ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുമ്പോഴാണ് ദാവീദ് അവന് ചെന്ന് ചുംബിക്കുന്നത്. തൻ്റെ മകനായ അബ്സലോമിനോട് ഒത്തിരി സ്നേഹമുണ്ടായിരുന്ന ദാവീദിന് പോലും 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തൻ്റെ മകനോട് ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ മകനെ സ്വീകരിച്ചുകൊണ്ട് അവന് ചുംബിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയാണ് ധൂർത്തപുത്രൻ്റെയും അതോടൊപ്പം തന്നെ സ്നേഹനിധിയായ പിതാവിൻ്റെയും ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കരുണയുടെ വലിയ ഒരു രൂപമായിട്ട് നിലകൊള്ളുന്നത്. കാരണം പിതാവായ ദൈവം ദൂരെ നിന്ന് തന്നെ തൻ്റെ പുത്രൻ മടങ്ങി വരുന്നത് കാണുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് അവനെ ചുംബിക്കുന്നു. തൻ്റെ മകൻ നശിപ്പിച്ചു കളഞ്ഞ തൻ്റെ സ്വത്തിനെക്കുറിച്ച് യാതൊരുവിധ കണക്കും ചോദിക്കാതെ കരുണയാൽ സമ്പന്നനായ ദൈവം അവനെ ആശ്ലേഷിക്കുകയാണ്. അതിനെ തുടർന്ന് അവന് പുത്തൻ വസ്ത്രങ്ങളും മോതിരവും നൽകുന്നു.
പുത്തൻ വസ്ത്രവും മോതിരവും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പുനഃപ്രതിഷ്ഠയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ദൈവത്തിൽ നിന്ന് അകന്നുപോയി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രസാദപരവും ദൈവത്തിൻ്റെ അംഗീകാരവുമാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്നവർ തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ സുബോധത്തിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ ദൈവം അവർക്ക് വീണ്ടും പുത്തൻ വസ്ത്രവും മോതിരവും നൽകുന്നു. പഴയ നിയമത്തിൽ ഇതുപോലെയുള്ള 2 സംഭവങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ജോസഫിന് ഫറവോ നൽകുന്നത് തൻ്റെ പട്ടുവസ്ത്രങ്ങളും മുദ്രമോതിരവുമാണ്. അതായത് ഈജിപ്തിന് മുഴുവൻ അധികാരിയായിട്ട് ജോസഫിനെ ഫറവോ നിയമിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണമായിട്ടും അധികാരം കൊടുത്തുകൊണ്ട് ഫറവോ ജോസഫിനെ സ്വീകരിക്കുന്നു. രണ്ടാമത്തെ സംഭവം നമ്മൾ കാണുന്നത് മക്കബയാക്കാരുടെ 1-ാം പുസ്തകത്തിലാണ്. അവിടെ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് എമിലിയാസ് എന്ന് പറയുന്ന നഗരം ആക്രമിച്ച് കീഴടക്കുവാനായിട്ട് പോയിട്ട് പരാജയപ്പെടുമ്പോൾ ബാബിലോണിലേക്ക് പിൻവാങ്ങുകയാണ്. ഇങ്ങനെ പിൻവാങ്ങുന്ന അന്തിയോക്യസ് എപ്പിഫാനോസ് തിരിച്ചറിയുന്നുണ്ട്, യൂദയ രാജ്യം ആക്രമിക്കുവാൻ പോയ തൻ്റെ സൈന്യവും പരാജയപ്പെട്ട് പിൻവാങ്ങിയെന്ന്. ഇങ്ങനെ ദുഃഖാർത്ഥനായി കഴിയുന്ന അന്തിയോക്കസ് എപ്പിഫാനോസ് തൻ്റെ തന്നെ സ്നേഹിതനായ ഫിലിപ്പിനെ രാജാധികാരം ഏൽപ്പിക്കുകയാണ്. അവിടെയും അദ്ദേഹം ചെയ്യുക കിരീടവും മേലങ്കിയും മുദ്രമോതിരവും ഫിലിപ്പിന് സമ്മാനിക്കുന്നു. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ ഇത്തരത്തിൽ തൻ്റെ സ്വത്തിനു മേൽ പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുക്കുന്ന ഒരു ദൈവപിതാവിനെയാണ് നമ്മൾ കാണുന്നത്. അനുദപിച്ച് മടങ്ങി വരുന്നവന് പ്രസാദവരത്തിൻ്റെ മേലങ്കി കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവമായിട്ട് ഈ ഉപമയിലെ പിതാവ് നിലകൊള്ളുന്നു. ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നത്, അനുദപിച്ച് മടങ്ങി വരുമെങ്കിൽ പ്രസാദവരത്തിൻ്റെ മേൽത്തരം വസ്ത്രങ്ങളും മുദ്രമോതിരവും നൽകി സ്വന്തം പുത്രനായിട്ട് നമ്മെയും സ്വീകരിക്കുമെന്നാണ്. 1-ാമത്തെ വായനയിൽ നമ്മൾ ശ്രവിക്കുന്നത് ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ ഗിൽഗാൽ എന്ന സ്ഥലത്ത് ഇസ്രായേൽ ജനം ഒരുമിച്ച് ചേർന്ന് പെസഹ ആഘോഷിക്കുകയാണ്. ഈ പെസഹ ആഘോഷത്തിന് ശേഷം പിന്നീടൊരിക്കലും അവർക്ക് മന്ന ലഭിച്ചില്ലെന്ന് വചനം പറയുന്നു. എന്തുകൊണ്ടാണത്? ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്തിന് ബൈബിൾ പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ച് ജനിച്ച മക്കൾക്ക് പരിച്ഛേദനം നടത്തുന്നത് ഗിൽഗാലിൽ വെച്ചാണ്. അവിടെ വെച്ച് പരിച്ഛേദനം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് അവർ സമർപ്പിച്ചു. ഈ സമർപ്പണത്തെ തുടർന്ന് അവർ പെസഹ ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടും ദൈവത്തെ തങ്ങളുടെ പിതാവായിട്ട് സ്വീകരിക്കുന്ന ദൈവജനത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനുദപിച്ച് മടങ്ങി വന്നതിനാൽ ദൈവം ഹെബ്രായർക്ക് സ്വന്തമായിട്ട് സ്ഥലം നൽകുകയാണ്. ആ ദേശത്തു നിന്നുള്ള ഫലങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ഭക്ഷിക്കുവാനായിട്ടുള്ള അവകാശം ദൈവം നൽകുന്നു. അതെ, മടങ്ങി വരുന്ന ഓരോ രാജ്യത്തിനും ഓരോ ജനതയ്ക്കും ഓരോ വ്യക്തിക്കും ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വ്യക്തമായ സൂചന. 2-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറയുക, ഞങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ്. ദൈവത്തിൻ്റെ സ്ഥാനപതികളെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ദൈവവുമായിട്ട് രമ്യതപ്പെടുക. ദൈവവുമായിട്ട് രമ്യതപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. പ്രതിവചന സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ നമ്മളോട് പറയുന്നു, ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ജനതതി മടങ്ങി വന്നപ്പോൾ എത്രമാത്രം സ്നേഹത്തോടു കൂടെയാണ് ദൈവം അവരെ സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ അപ്പോഴൊക്കെ ദൈവം വലിയ കാരുണ്യത്തോടുകൂടെ അവരെ സ്വീകരിക്കുകയായിരുന്നു. കരുണയിൽ സമ്പന്നനായ പിതാവിൻ്റെ ഭാവത്തോടുകൂടെ ദൈവം അവരെ സ്വീകരിച്ചു. ഇന്നും നമ്മളും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. ഈ നോമ്പ് കാലം നമ്മെ സംബന്ധിച്ച് ഒരു മടങ്ങിവരവിൻ്റെ കാലമായിരിക്കണം. ഇങ്ങനെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മെയും കൃപാവരത്തിൻ്റെ പ്രസാദവരത്തിൻ്റെ മുദ്രമോതിരവും അതോടൊപ്പം മേലങ്കിയും ധരിപ്പിച്ച് നമ്മെയും അവിടുത്തെ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന പ്രത്യാശയാണ് ഈ നോമ്പ് കാലം നമുക്ക് നൽകുന്നത്. നമ്മൾ പാപത്തിൽ ജീവിക്കുന്നവരായിരിക്കാം. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഒരുപാട് തവണ കാരുണ്യത്തിൻ്റെ കൂദാശയായ പാപസങ്കീർത്തനം നമ്മൾ ചെയ്തിട്ടുണ്ടാകാം.
എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീഴുന്നു. ഇങ്ങനെ വീഴുമ്പോഴൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞു തരിക, മടങ്ങി വരിക, എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക. അങ്ങനെ നീ മടങ്ങി വരുന്നുവെങ്കിൽ നിന്നെ സ്വീകരിക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും ഞാൻ സന്നദ്ധനാണ്. കരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറി കുറിപ്പായ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ കരുണയെന്ന ഡയറി കുറിപ്പിൽ ദൈവത്തിൻ്റെ കരുണയിലേക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ് കുമ്പസാരമെന്ന് പറയുന്നു. പലതവണ കുമ്പസാരിച്ചിട്ടും വീണ്ടും വീണ്ടും പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന ചിന്ത കുമ്പസാരം കൊണ്ട് എന്ത് ഫലമുണ്ടാകുന്നുവെന്നാണ്. എങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന പൊട്ടിയ ബക്കറ്റുകളാകാം. ദൈവം സമൃദ്ധമായി ഈ ബക്കറ്റിലേക്ക് കരുണ ഒഴിച്ചിട്ടും പലപ്പോഴും അത് ആ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോവുകയാണ്. എങ്കിൽ നിങ്ങളാകുന്ന പൊട്ടിയ ബക്കറ്റുകളെ ദൈവത്തിൻ്റെ കരുണയാകുന്ന കടലിലേക്ക് എറിയുക. അപ്പോഴേക്ക് ബക്കറ്റിൻ്റെ അകത്തും പുറത്തും ദൈവത്തിൻ്റെ കരുണയാൽ നിറയപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. പ്രിയ സഹോദരങ്ങളെ, കുമ്പസാരമെന്ന് പറയുന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൂടാരത്തിലേക്കാണ് നമ്മൾ മടങ്ങി വരിക. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൂടാരത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധമായ കൃപാവരത്താൽ സമ്പന്നമാക്കുന്നു. പാപമോചനം മാത്രമല്ല നമുക്ക് കുമ്പസാരമെന്ന കൂദാശയിലൂടെ ലഭിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ പ്രസാദപരമാകുന്ന വസ്ത്രം കൂടിയാണ്. അതിനാൽ ഒരുങ്ങി, ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി പശ്ചാത്തപിച്ച് കുമ്പസാരമെന്ന് പറയുന്ന കൂദാശയെ നമുക്ക് സ്വീകരിക്കാം. ഫ്രാൻസിസ് പാപ്പ കരുണയുടെ വർഷത്തിൽ കരുണയുടെ മിഷണറിമാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയാണ്. ഇങ്ങനെ അയക്കുവാനായിട്ട് ഈ കരുണയുടെ മിഷണറിമാരെ ഫ്രാൻസിസ് പാപ്പ അഭിസംബോധന ചെയ്തപ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നത് വിധിയാളനായിട്ടല്ല, മറിച്ച് അനുതാപത്തോടുകൂടെ മടങ്ങി വരുന്നവനെ ദൈവത്തിൻ്റെ കരുണയുടെ വസ്ത്രം ധരിപ്പിക്കുന്ന വ്യക്തികളായിട്ടായിരിക്കണം. നമുക്ക് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം സ്വീകരിക്കാം. ഓരോ പുരോഹിതൻ്റെ മുമ്പിലും നമ്മൾ ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ തന്നെയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം ദൈവത്തിൻ്റെ കരുണയുടെ ഒരു മാർഗം മാത്രമാണെന്നും നമ്മൾ തിരിച്ചറിയുക. വളരെയേറെ കാരുണ്യത്തോടുകൂടെ ദൈവപിതാവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന വേദിയാണ് കുമ്പസാരക്കൂട്. നമ്മെ തന്നെ എളിമപ്പെടുത്തുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുണയും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് സങ്കീർത്തകനെ പോലെ പറയുവാനായിട്ട് കഴിയും, ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അതെ, ദൈവത്തിൻ്റെ കരുണയുടെ രുചി അനുഭവിച്ചറിയുവാനായിട്ട് കുമ്പസാരക്കൂടുകളിലേക്ക് നമുക്ക് മടങ്ങാം. അവിടെ ദൈവത്തിൻ്റെ കാരുണ്യം ആവോളം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയും. മിക്ക പ്രവാചകനിലൂടെ അവിടുന്ന് അരുൾ ചെയ്യുന്നുണ്ട്, ഞാൻ കരുണയിൽ ആനന്ദിക്കുന്നു. ദൈവം പറയുകയാണ്, ഞാൻ കരുണയിൽ ആനന്ദിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് നമ്മളോട് വീണ്ടും ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ കരുണയിൽ ആഹ്ലാദിക്കുവിൻ, ദൈവത്തിൻ്റെ കരുണയിൽ ആഹ്ലാദിക്കുവിൻ. ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടെ അവനെ സ്വീകരിച്ചുകൊണ്ട് വലിയ വിരുന്നൊരുക്കുന്ന പിതാവിൻ്റെ കാരുണ്യത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു. അതെ, തൻ്റെ കാരുണ്യത്തിൽ ആനന്ദിച്ചുകൊണ്ട് ദൈവം കരുണയുടെ കൂടാരത്തിലേക്ക്, സ്നേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് അവനെ സ്വീകരിക്കുകയാണ്. കരുണയുടെ മിഷണറിമാരെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ കുമ്പസാരക്കാർക്ക് മാതൃകയായിട്ട് ഫ്രാൻസിസ് പാപ്പ എടുത്തു കാണിച്ച രണ്ട് വിശുദ്ധരാണ് വിശുദ്ധ പാദ്രെ പിയോയും വിശുദ്ധ ലിയോപോൾഡും. ഈ രണ്ട് വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിലൂടെ, പ്രത്യേകിച്ച് കുമ്പസാരമെന്ന കൂദാശയിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ചാനലുകളായിട്ട് വർത്തിച്ചവരാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ടും ദൈവത്തിൻ്റെ കരുണയുടെ കരമായിട്ടും പ്രവർത്തിച്ച രണ്ട് വിശുദ്ധർ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഭൗതിക ശരീരങ്ങൾ റോമിലേക്ക് കൊണ്ടുവരികയും കരുണയുടെ മിഷണറിമാരെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് വർത്തിച്ച വ്യക്തിയാണ് വിശുദ്ധ പാദ്രെ പിയോ. തൻ്റെ ശുശ്രൂഷയിലൂടെ
ദൈവത്തിൻ്റെ കരുണ അനേകായിരങ്ങൾക്ക് പകർന്നു കൊടുത്ത വ്യക്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ഇന്നും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം വളരെയേറെ പ്രശോഭിതമായിട്ട് ഇന്നും തിരുസഭയിൽ വണങ്ങപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കാത്തുസൂക്ഷിച്ചത്. ഇതുപോലെ തന്നെ തൻ്റെ വലതുകരത്തിലൂടെ അനേകായിരങ്ങൾക്ക് പാപമോചനമെന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ കരുണ പകർന്നു കൊടുത്ത വ്യക്തിയാണ് വിശുദ്ധ ലിയോപോൾഡ്. ഇദ്ദേഹത്തിൻ്റെ വലതുകരം ഇന്നും ജീർണിക്കാതെ ഇരിക്കുന്നുവെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രവർത്തിച്ച ആ കരത്തെ ദൈവം എത്രമാത്രം മഹത്വപ്പെടുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ രണ്ട് വിശുദ്ധരിലൂടെ സഭാമാതാവ് നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മളും ഓരോരുത്തരും കരുണയുടെ മക്കളായിട്ട് മാറണമെന്നാണ്. ദൈവപിതാവിൻ്റെ കരുണ സ്വീകരിച്ചുകൊണ്ട് നമ്മളും കാരുണ്യമുള്ളവരായിട്ട് മാറുമ്പോൾ ദൈവം നമ്മെയും ഇത്തരത്തിൽ അനുഗ്രഹിക്കും. അതിനാൽ നോമ്പുകാലത്തിൻ്റെ ഈ 4-ാമത്തെ ഞായറാഴ്ച ദൈവപിതാവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പാപത്തിൻ്റെ ലജ്ജയില്ലാതെ ദൈവപിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് ധൈര്യമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഇത്തരത്തിൽ ധൂർത്തപുത്രനെ പോലെ ഞാൻ മടങ്ങി വരുമെന്നും ദൈവപിതാവിൻ്റെ മുമ്പിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവപിതാവ് അവിടുത്തെ കരുണയുടെ മുഖം നമ്മളുടെ നേരെ തിരിക്കും. അങ്ങനെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖവും പ്രശോഭിതമാകും. അതെ, സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായില്ല. പാപത്തിൻ്റെ ലജ്ജയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. ഇങ്ങനെ ദൈവത്തിൻ്റെ കരുണയിൽ കൂടുതൽ ആശ്രയിക്കുവാനും കരുണ ആസ്വദിക്കുവാനുമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ദൈവം നമുക്ക് ഈ തിരുവചനങ്ങളിലൂടെ നൽകുന്നത്. അതിനാൽ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തോടുകൂടെ നമ്മുടെ പാപങ്ങളേറ്റു പറയുമ്പോൾ ധൂർത്തപുത്രനെ പോലെ നമ്മെ സ്നേഹിച്ച് നമ്മെ സ്വന്തമാക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം ആസ്വദിക്കുവാനായിട്ട് ഈ നോൻപ് കാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.